കാഴ്ചയിൽ ഒരു ഹെലിക്കാമായി തോന്നും, പക്ഷേ അങ്ങനെയല്ല. പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടി കൊല്ലം സ്വദേശിയായിട്ടുള്ള ആദർശ് തയ്യാറാക്കിയതാണ്. ഇത് മാത്രമല്ല, കരയിലും വെള്ളത്തിലും ആകാശത്തും എല്ലാം സഞ്ചരിക്കുന്ന റോബോട്ട്. ആകാശത്ത് പറക്കും, വെള്ളത്തിലൂടെ നീന്തും, വെള്ളത്തിനടിയിലേക്ക് ഊളിയിടും, കരയിലൂടെ ഓടും. പറഞ്ഞപ്പോൾ തീർന്നു. പക്ഷേ നിസ്സാരക്കാരനല്ല ഈ റോബോട്ട്. റോബോട്ടിൻ്റെ ആക്ച്വലി ഐഡിയ ഒരു കുട്ടിക്കാലത്ത് ചെയ്ത ഒരു ടോയ്, പൊട്ടിക്കിടന്ന ടോയ് ഞങ്ങൾ ഒരു ബിസ്ക്കറ്റ് കവറിൽ ഇട്ട് ചെയ്ത ചില കാര്യങ്ങളുടെ ഇതിൽ നിന്ന് പിന്നെ ഫ്യൂച്ചറിൽ നമ്മൾ ഒരു എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ സമയത്തേക്ക് നമുക്ക് തോന്നിയ ഒരു ഐഡിയ ഒക്കെ ഫർദർ ഡെവലപ്പ് ചെയ്ത് വന്നതാണ് ഈ റോബോട്ട് എന്ന് പറയുന്നത്. ഞങ്ങൾ എന്ന് വെച്ചാൽ ഡ്രോൺസിൽ ഒരു 2016 ടൈം തൊട്ടേ ഇത് ഡ്രോൺസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എക്സാക്ട് ഈ പ്രോഡക്റ്റിൽ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ 2017 തൊട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ 2019 ആയപ്പോഴത്തേക്ക് നമ്മൾ പേറ്റൻറ്റ് ഫയൽ ചെയ്തിരുന്നു. അതിൻ്റെ ഫംഗ്ഷനാലിറ്റി പേറ്റൻറ്റ് അപ്രൂവ് ആയതാണ് ഈ 26. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ വേറെ 2 ഡിസൈൻ പേറ്റൻറ്റും നമ്മൾ ഫയൽ ചെയ്തിട്ടുണ്ട്. 1 സെക്കൻഡിൽ 1 മീറ്റർ കരയിലൂടെ സഞ്ചരിക്കും. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ പറക്കും. വെള്ളത്തിനടിയിൽ 2 കിലോമീറ്റർ വേഗതയിലും ജലോപരിതലത്തിൽ 5 കിലോമീറ്റർ വേഗതയിലും സഞ്ചരിക്കും. റോബോട്ടിന്റെ മേന്മ കണ്ട് പ്രതിരോധ മന്ത്രാലയം തന്നെ ഇത് വാങ്ങാൻ തീരുമാനിച്ചു. ഇപ്പം ഇതിൻ്റെ പല വേരിയന്റുകളുണ്ട്. ഇപ്പം നമ്മൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ ഇരിക്കുന്നത് സെക്കൻഡ് വേരിയന്റ് വരുന്നൊരു വേരിയന്റ് ആണ്. ഇപ്പം നമ്മളൊരു 4th 5th വേരിയന്റിലാണ് കൂടുതലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ കണക്ക് ഇപ്പോൾ സെൻസർ ഫെയിലിയേഴ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു സെൻസർ കംപ്ലൈന്റ് ആയാലും ഈ സാധനങ്ങൾ വീണ് പോകത്തില്ല. 2 കിലോ ഭാരം വരെ വഹിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ റോബോട്ട് പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ ഗുണം ചെയ്യും. റോബോട്ടിന്റെ കണ്ടുപിടുത്തത്തിന് ആദർശിന് പേറ്റന്റ് ലഭിച്ചു. എഞ്ചിനീയറിംഗ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് അത്ര വലുതാണ്. എന്ന് വെച്ചാൽ ഇത്രയും ഡൊമൈനുകളിൽ വർക്ക് ചെയ്യണം. പിന്നെ കരയിൽ നിന്ന് ഈ പറഞ്ഞ കണക്ക് നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുകയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സർഫസിൽ വന്നിട്ട് ആകാശത്തേക്ക് പറക്കും. ഈ ട്രാൻസ്ഫോർമേഷൻസും കാര്യങ്ങളൊക്കെ നോർമലി ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വെച്ചാൽ ഒരുപാട് വർഷത്തെ എഫർട്ട് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാനൊക്കെയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കളിപ്പാട്ടത്തിൽ നിന്ന് തുടങ്ങിയ ഒരു സ്വപ്നമാണ്. അത് വലിയ വിജയത്തിലേക്ക് എത്തുന്നു. എല്ലാവിധ ആശംസകളും. ഇനിയും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക ഉപകരണത്തിൽ ഒന്നായി മാറാൻ പോവുകയാണല്ലേ. എല്ലാവിധ ആശംസകളും. ക്യാമറമാൻ ഷാനോസ് പെരേതിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കണ്ണൻ നായർ നമുക്കൊപ്പം ചേരുകയാണ്. കണ്ണൻ, ഒരു കണ്ടുപിടുത്തം നടത്തുക, അത് രാജ്യത്തിന് തന്നെ സഹായകമാകുന്ന രീതിയിലേക്ക് മാറുന്നു. പ്രതിരോധ മന്ത്രാലയം അത് വാങ്ങാൻ തീരുമാനിക്കുന്നു. ഇതൊന്നും ചെറിയൊരു കാര്യമല്ല അല്ലേ കണ്ണൻ? കണ്ണൻ നേരിട്ട് കണ്ടതാണ് ആ റോബോട്ടൊക്കെ. കണ്ണൻ എന്താണ് തോന്നിയത്? എന്താണ് പറയാനുള്ളത്? ഈ ഉപകരണം ഞാൻ ആദ്യം കണ്ടപ്പം കരുതിയത് ഒരു ഹെലിക്യാമാണെന്നാണ്. പക്ഷേ ഹെലിക്യാമിനേക്കാൾ അല്പം കൂടി വലുപ്പമുണ്ട്. ഹെലിക്യാമാണോ എന്ന് ചോദിച്ചാൽ അല്ല. അത് ആകാശത്ത് പറക്കും, ഈ റോഡിൽ കൂടെ ഓടും, വെള്ളത്തിൽ ഊളിയിട്ട് താഴേക്ക് പോകും, വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ ഇത് പ്രവർത്തിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു റോബോട്ടാണ് എന്നുള്ളതാണ് ആദർശ് പറഞ്ഞു തന്നത്. ഇത് 10 വർഷം നീണ്ട പ്രയത്നം. കാര്യം 10 വർഷമായി ഈ റോബോട്ടിക് ഗവേഷണ മേഖലയിലുള്ള വ്യക്തിയാണ് ആദർശം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമഫലമായിട്ടുള്ളൊരു കാര്യം. സാധാരണ ഈ വെള്ളത്തിൽ കൂടി ഓടുന്ന ഉപകരണമാണെങ്കിൽ, റോബോട്ടാണെങ്കിൽ അത് വെള്ളത്തിൽ മാത്രം ഓടുക, പറക്കുന്നതാണെങ്കിൽ അത് പറക്കുക മാത്രം ചെയ്യുക, റോഡിൽ അല്ലെങ്കിൽ നിരത്തിൽ കൂടെ ഈ ഭൂമിയിൽ കൂടി പോകുന്നതാണെങ്കിൽ അത് ഭൂമിയിൽ മാത്രം സഞ്ചരിക്കുക. അങ്ങനെയുള്ള രീതിയിലുള്ള റോബോട്ടുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും വെള്ളത്തിനടിയിലും വെള്ളത്തിന് മുകളിലും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണം. അതായത് വെള്ളത്തിൽ നിന്ന് നേരെ ഉയർന്ന് പറക്കാൻ സാധിക്കുന്ന ഒരു ഉപകരണമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു റോബോട്ടിനെ കണ്ടെത്തുക എന്നുള്ളത് വലിയ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. പലതരത്തിലുള്ള മെക്കാനിക്കൽ ജോലികളും അതുപോലെ തന്നെ ടെക്നിക്കലായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് പലതരത്തിലുള്ള ഇപ്പോൾ 5ാമത്തെ വേരിയൻ്റാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഓരോ സമയത്തും അതിൻ്റെ ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിലെടുത്ത് പറയുന്നത് ഇത് പല സ്ഥലങ്ങളിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു ഗുണം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് DRDA ഈ പ്രതിരോധ മേഖലയിലേക്ക് ഈ ഉപകരണത്തെ, റോബോട്ടിനെ വാങ്ങാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇതിന് പേറ്റൻറ്റും ആദർശിന് ലഭിച്ചിട്ടുണ്ട്. ഈ ഇത്തരത്തിലുള്ള ഉപകരണം ഉപയോഗിച്ച് യുദ്ധമേഖലയിൽ പ്രതിരോധ മേഖലയ്ക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ആർമി പോലെയുള്ള സൈന്യത്തിന് അല്ലെങ്കിൽ നേവിക്ക്, എയർഫോഴ്സിനൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഒപ്പം ഏതെങ്കിലും തരത്തിൽ ഭൂമി ദുരന്തമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, മണ്ണിടിച്ചിലോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മനുഷ്യനെത്താൻ സാധിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ പോയി നിരീക്ഷണം നടത്താൻ സാധിക്കും. ആരെങ്കിലും മണ്ണടിയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ സാധിക്കും. സമുദ്ര ഗവേഷണത്തിന് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പലതരത്തിലുള്ള ഒരു ഉപകരണമാണ്. പലതരത്തിലുള്ള പ്രവൃത്തികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഉപകരണമാണ്. അതുകൊണ്ട് തന്നെ എന്തിനായാലും ഇത് വലിയ ഒരു നല്ല രീതിയിലുള്ള ഒരു കണ്ടുപിടുത്തം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പേറ്റന്റ് ലഭിക്കുക തന്നെ ചെയ്തത്. ഇനി പുതിയ വേരിയൻ്റ് ആയിരിക്കും ഈ പ്രതിരോധ മേഖലയിലേക്ക് പോകുന്നത്. ഈ ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിൻ്റെ ഒക്കെ തന്നെ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകുന്ന ഒരു ഉപകരണം കൂടിയാണ്, റോബോട്ട് കൂടിയാണിത്. അതിൽ ഏറ്റവും എടുത്തു പറയുന്നത് 2 കിലോ
കിലോ വരെ ഭാരം അതിൽ വഹിക്കാൻ സാധിക്കും. അത്തരം 2 കിലോ ഭാരമുള്ള എന്തെങ്കിലുമൊക്കെ ഉപകരണങ്ങൾ അല്ലെങ്കിൽ യന്ത്രസാമഗ്രികളോ അല്ലെങ്കിൽ ഈ തോക്ക് പോലെയുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ആയുധങ്ങളോ ഒക്കെ തന്നെ മറ്റൊരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനും ഒക്കെ തന്നെ സാധിക്കും. അല്ലെങ്കിൽ മറ്റുള്ള നിരീക്ഷണങ്ങളൊക്കെ നടത്താൻ ഇതുകൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. കൊല്ലം സ്വദേശിയാണ് ആദർശ്. അമൃത വിദ്യാലയത്തിൽ നിന്ന് എഞ്ചിനീയറിംഗ് പാസ്സായി, അതിനുശേഷം IIT-യിൽ പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ഇഷ്ടമേഖല എന്ന് പറയുന്നത് റോബോട്ടിക് ഗവേഷണവുമായി ബന്ധപ്പെട്ട മേഖലയാണ്. വരുന്ന ആളുകളിൽ കൂടുതൽ മനുഷ്യന് ഉപകാരപ്രദമാകുന്ന, രാജ്യത്തിന് ഉപകാരപ്രദമാകുന്ന കൂടുതൽ റോബോട്ടുകളെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല കൊച്ചു കുട്ടികൾക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയുള്ള പരിശീലനം നൽകുന്ന ഒരു പദ്ധതി കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നടപ്പായിട്ടുണ്ട്. ഓരോ 6 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിൽ റോബോട്ടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനം നൽകുകയും അവരെയൊക്കെ തന്നെ ഈ മേഖലയിലേക്ക് തുടക്കത്തിൽ തന്നെ കുഞ്ഞുനാളിലെ തന്നെ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു പദ്ധതിക്ക് കൂടി ഈ ആദർശ നൽകുന്നുണ്ട്. അങ്ങനെയുള്ള പരിശീലനം കൂടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ടീമും നടത്തുന്നുണ്ട്. എന്തിനായാലും വലിയ രീതിയിൽ ഒരു മികച്ച രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന തീർച്ചയായും കണ്ണൻ, നമുക്കൊക്കെ അഭിമാനം കൂടിയാണ് ആദർശ്. എന്തായാലും ആദർശിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഭാവിയിൽ ഇതുപോലുള്ള വിജയകരമായ പരീക്ഷണങ്ങൾ, ഇനിയും ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ ആദർശിന് സാധിക്കട്ടെ.